ഹായ്, ഞാൻ ഷമീൻ. ഇന്ന് മട്ടൺ വെച്ചിട്ടുള്ള നല്ലൊരു ഫ്ലേവറുള്ള തനി നാടൻ സാധനമാണ്. സ്പെഷ്യൽ പേരുകളൊന്നുമില്ല, ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ആ മെത്തേഡിന് കറക്റ്റ് അതേപോലെ ഫോളോ ചെയ്താൽ നല്ല ഫ്ലേവർ കിട്ടുന്ന ഒരു ഐറ്റം. നല്ല കറിയായിട്ട് വരും കുക്ക് ചെയ്ത് വരുമ്പോൾ. എന്നിട്ട് അതിനെ ടൈറ്റാക്കി കൊണ്ടുവന്നിട്ട് സെമി ഗ്രേവി ആക്കിയിട്ട് മാറ്റുന്ന ഒരു ഐറ്റം. നല്ല സാധനമാണ്. പിന്നെ ഞാൻ പറയുന്ന അതേ കാര്യങ്ങൾ അതേ മെഷർമെന്റിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പം ഞാൻ 1.25 കിലോ മട്ടനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ കുറക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റും എല്ലാം അതേപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, നമുക്ക് ആ കുക്കിങ്ങിൻ്റെ പാർട്ടിലേക്ക് പോവാം. ഇഞ്ചി ജൂലിയനായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ മിക്ക റെസിപ്പിയിലും പൊതുവേ ഇങ്ങനത്തെ ജൂലിയൻ നീളമുള്ള കട്ട ചെയ്യൽ കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫ്ലേവർ നമുക്ക് ചെയ്യാൻ പറ്റും, നീറ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ ഓക്കെ, അതിനടുത്ത ടൊമാറ്റോ കട്ട് ചെയ്യാം. ഒരു ഡൈസ് കട്ട് പോലെ കേട്ടോ, ഇങ്ങനെ ഹാഫാക്കിയിട്ട് ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് ഒന്നുമില്ല. അത് നന്നായി ഉടനെ കിട്ടും, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ തക്കാളി 4 എണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ 1.25 കിലോ മട്ടൺ ഉണ്ടാവും. 1 കിലോനായാലും നിങ്ങൾ 3 എണ്ണം എടുത്താലും മതി. ബാക്കിയൊക്കെ സെയിം മെഷർമെൻറ്റ് പോവാം. പിന്നെ ഇതിവിടെ ചെറിയ ഉള്ളി ചതക്കാം. ഒരു 15ഓളം ചെറിയ ഉള്ളി എടുത്തിന്. അതിലേക്ക് ഉണ്ടമുളക് ഒരു 6 എണ്ണം. അത് നീളമുള്ള വറ്റൽ മുളകായാലും കുഴപ്പമില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചതക്കാം. അപ്പോൾ ഇത് നന്നായി ചതച്ചെടുക്കുക. പിന്നെ ഓക്കെ, ബാക്കി നമുക്ക് കുക്കിംഗ് പാർട്ടിലേക്ക് പോവാം. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 2-3 കഷ്ണം പട്ട ഇട്ട് കൊടുക്കുക. ഒരു 5-6 കറാമ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 5 ഏലക്കായി. പിന്നെ ഇഞ്ചി ജൂലിയൻ കട്ട് ചെയ്ത് നേരത്തെ എടുത്ത് വെച്ചത്. ഇഞ്ചിൻ്റെ ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ കറിവേപ്പില കുറച്ച് അധികം ഉണ്ട്, ഒരു കൈ ഫുള്ളും ഉണ്ട് കേട്ടോ. കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ ചെറിയുള്ളി ചതച്ച് വെച്ചതും അതെന്തായാലും ചതച്ചിട്ട് തന്നെ ഇടണേ. വറ്റൽ മുളകോ ഉണ്ടമുളകോ ഏതോ ഉപയോഗിച്ചിട്ട് 1 by 1 ഈ പ്രോസസ്സ് തന്നെ ചെയ്യണം. എന്നിട്ട് നമ്മൾ കുക്കറിൽ മീറ്റൊക്കെ ഇട്ട് അടക്കുന്നുള്ളൂ കേട്ടോ. നന്നായി ഇളക്കുക, സോട്ട് ചെയ്യുക. ആ സ്മെല്ലൊക്കെ നന്നായി പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഇടാം. 2 കഷ്ണം ബേ ലീഫ് ആദ്യം ഇടണ്ട കേട്ടോ. തക്കാളി ഇട്ടതിന് ശേഷം ഇട്ടാൽ മതിയാ. അപ്പോൾ തക്കാളി നന്നായി വാടിയതിന് ശേഷം മാത്രം നമ്മൾ മട്ടൺ ഇട്ട് കൊടുക്കാം. മട്ടൺ നല്ല വലിയ പീസാണ് കേട്ടോ. ഈ രീതിയിലുള്ള വലിയ പീസ് ഏകദേശം 1.25 കിലോ ഉണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് മസാലകൾ അതിന് ശേഷമേ കയറുള്ളൂ. കുറച്ച് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ മസാല കയറുള്ളൂ. ഇതിലേക്ക് തന്നെ 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ്. ഇതിന് 1 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രഷ് ചെയ്ത പെപ്പർ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ആഡ് ചെയ്തോളൂ. 1.5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട്, വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം മട്ടൻ്റെ അതേ ലെവലിലാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. കുറച്ച് വെള്ളം അതിനകത്ത് നിന്ന് ഇറങ്ങി വരും. നല്ല കറി പോലെ അല്ല, ഒരു സെമിയാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഇതൊന്ന് ടൈറ്റാക്കി എടുക്കലാണ്. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. നോക്കട്ടെ, ഒരു പിടിക്ക് വെള്ളം കേട്ടോ. മതി, അത്രയേ ഉള്ളൂ. മട്ടൻ്റെ അതേ ലെവലിൽ. ഓക്കെ, ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് കുക്കർ മൂടി വെക്കാം. ഇതാ കണ്ടില്ല, മട്ടൻ്റെ അതേ ലെവലിൽ വെള്ളം. ഓക്കെ, നമുക്കിനി കുക്കർ മൂടി വെക്കാം. 45 മിനിറ്റ്. കുറച്ച് വലിയ പീസാണ്. 45 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിം. വെച്ചാൽ ലോ അല്ല, മീഡിയം അല്ല, അതിൻ്റെ നടുവിലായിട്ട്. ഓക്കെ, 45 മിനിറ്റ്. മട്ടൺ അവിടെ നിന്ന് ആയിട്ടുണ്ട്. അതിപ്പോൾ ഓപ്പൺ ആക്കാം. അതിന് മുന്നേ ഇവിടുന്ന് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂൺ കേട്ടോ. അതിലേക്ക് ക്യുമിൻ സീഡ്, നല്ല ജീരകം കേട്ടോ, 1 ടീസ്പൂണേ. അങ്ങനെ കുറച്ച് കറിവേപ്പില 1 ടേബിൾ സ്പൂണ്, 1/2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല മല്ലി കേട്ടോ. ഞാൻ ഈ പറഞ്ഞ അളവില്. പിന്നെ നിങ്ങൾ എരിവിനനുസരിച്ച് പെപ്പർ ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇടുന്നത് 1 ടീസ്പൂണാണ്. ഇതൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചിട്ടും കുറച്ചുകൂടെ കുക്ക് ചെയ്യണം. ഇതിപ്പോൾ ഒന്ന് മിക്സായി അതൊരു ഫ്ലേവർ, നമുക്കൊരു മണം വരുന്നുണ്ട്. ആ മണം വരുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം.
ഒരു പൊടിക്ക് കേട്ടോ, ഒരു ടേബിൾ സ്പൂണേ ഉണ്ടാവുള്ളൂ, അത്ര ഒഴിക്കുന്നുള്ളൂ, ജസ്റ്റ് അത് ആ പുക വരാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് നമ്മളെ ഇതാ മട്ടൺ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ടൈറ്റാക്കി എടുക്കണം, അതിലേക്ക് അങ്ങനെ മൊത്തം ഒഴിച്ചെടുക്കാം. ഇത് കറിയായിട്ട് യൂസ് ചെയ്യാൻ വലിയ സംഭവമൊന്നുമല്ല, ഇത് ടൈറ്റാക്കിയിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റൂ. ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെമി ഗ്രേവി, നല്ല കുറച്ചുകൂടെ, ഇപ്പോൾ ഈ വെള്ളം കണ്ടില്ല, ഈ വെള്ളം കുറച്ചുകൂടെ ടൈറ്റായി വരണം, എന്നാലേ നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. ഇതിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. ലാസ്റ്റ് വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിന് കേട്ടോ, നല്ല ഹൈ ഫ്ലെയിമിലിടാം. ഇതിപ്പോൾ ഇതാ ടൈറ്റായി വരുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കുക, എന്നിട്ട് കുറച്ചും കൂടി കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, പക്ഷേ 1 ടീസ്പൂണ് 1.5 ടീസ്പൂണൊക്കെ. ഇനി ഓക്കെ, ഇതായി. പക്ഷേ ഇത് നമുക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇതാക്കണ്ട, മട്ടണൊക്കെ മുകളിലുള്ള ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ സാധനം റെഡി. ഇത് പ്ലേറ്റ് ചെയ്തിട്ട് നെയ്ച്ചോറുണ്ട്, ഞാൻ നെയ്ച്ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കാം. നമ്മളെ മട്ടൻ്റെ സെമി ഗ്രേവി എന്ന് പറയാം, പിന്നെ സെമി ഗ്രേവി എന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ നല്ല തിക്ക് ഗ്രേവി ആക്കിയിട്ട് എടുത്തതാണ്, ലാസ്റ്റ് നല്ല ടൈറ്റാക്കി കൊണ്ടുവന്നത്. സൂപ്പർ, നല്ല തനി നാടൻ ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. ഇനി സെപ്പറേറ്റ് പേരുകളൊന്നുമില്ല, നമ്മൾ അങ്ങനെ ആ ഒരു ഫ്ലേവർ വരുന്ന സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ആക്കിയിട്ടുള്ള ആ താളിച്ചതും ആ ആദ്യം ഇട്ട ഇഞ്ചി ഉള്ളി ചതച്ചതും അതൊക്കെ ഉള്ള ഒരു ഫ്ലേവർ വരുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഇട്ടിട്ട് കഴിക്കാം. നല്ല വെന്ത സാധനം കേട്ടോ. ഞാൻ ആ പറഞ്ഞ ടൈമിങ് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക. ലാസ്റ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായി ചെയ്യുക, ഹൈ ഫ്ലെയിം നിർബന്ധമാണ്. അപ്പോൾ ആ ടൈറ്റായി വരുന്നതിൽ ഒരു ഫ്ലേവർ വരാനുണ്ട്. ഓക്കെ, നമുക്ക് ഇത് ഇട്ടിട്ട് കഴിക്കാം. ഇതാ മട്ടൻ്റെ വേവ് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ കണ്ട എല്ലാം ഊരി വരുന്ന കണ്ട, ഇതേപോലെ തന്നെ ഇതാ കണ്ടില്ലേ, ഈ രീതിയിൽ ഇതാ എല്ല് മാത്രമായി ഈ രീതിയിലാക്കിയിട്ട് ചെയ്ത അടിപൊളി സാധനം. ഇതും നെയ്ച്ചോറും പൊറോട്ടൻ്റെ കൂടെയും നമ്മുടെ നാട്ടിലുള്ള പത്തലിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റായിട്ട് നന്നായി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഓ എന്താ സോഫ്റ്റ്. ഇപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്യുക. ഇതിൻ്റെ വേറൊരു രൂപത്തിലുള്ള ബീഫ് ഞാൻ ചെയ്തതിന്, അത് റെഡ് കളറാണ്. ഇത് പെപ്പറിലും മല്ലിയിലും വരുന്ന ഫ്ലേവർ വരുന്ന സാധനമാണ്. അപ്പോൾ ആ ഉള്ളിൻ്റെ ആ സ്പെഷ്യൽ ടേസ്റ്റ്, ആ ജീരകം ലാസ്റ്റ് നമ്മൾ ഇടുന്നത്, അതൊക്കെ ഒരു ഫ്ലേവർ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് പറയും. അനൂഷില്ല കേട്ടോ, അനൂഷിന് പിന്നെ ഞാൻ പറയാൻ വിട്ടു, കളിൻ്റെ തിരക്കിലാണ്, അവിടെ കഴിക്കാൻ വന്നിട്ടില്ല. അപ്പോൾ എനിക്കിത് എന്തെല്ലാം ഇത് ഫുള്ളായി കഴിക്കട്ടെ, എല്ലാവരെയും കൂടെ ഇരുന്നിട്ട്. അപ്പോൾ എല്ലാവരോടും ഇന്നേക്ക് ബബായ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയും. നല്ല നല്ല സാധനമാണ്, എന്തിൻ്റെയും കൂടി മാച്ചാകുന്ന സാധനം. നിങ്ങൾക്ക് ചിക്കനിൽ ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ മെത്തേഡിൽ ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. പക്ഷെ മട്ടനാണ് ഏറ്റവും ആപ്റ്റ്. എന്താ പറഞ്ഞാൽ മട്ടന് പെപ്പറും മല്ലിയും കൂടി വരുന്ന സാധനം മട്ടൺ ആപ്റ്റാണ്, പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഓക്കെ, എല്ലാവരോടും ഇന്നേക്ക് ബബായ്.